Hi everyone, I am Anagha from Access Language School. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS റൈറ്റിംഗ് ടാസ്ക് 1 എസ്പെഷ്യലി ദ അക്കാഡമിക് സെക്ഷനിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് കോമൺ മിസ്റ്റേക്സിനെ പറ്റിയാണ്. അപ്പോൾ മിസ്റ്റേക്സ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. The very first one is not providing a clear overview of your question. ഇത് നമ്മൾ മിക്കപ്പോഴും കമ്മിറ്റ് ചെയ്യുന്ന ഒരു സാധാരണ മിസ്റ്റേക്കാണ്, കോമൺ മിസ്റ്റേക്കാണ്. ഓവർവ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ പോയിൻറ്റ്സിൻ്റെ ഒരു സമ്മറൈസിങ് മാത്രമാണ്. മേ ബി ഇൻ 2 or 3 ഷോർട്ട് പാരഗ്രാഫ്സ്. ഈ 2-3 ഷോർട്ട് പാരഗ്രാഫ്സിൽ 2-3 പോയിൻറ്റ്സ് മാത്രം, അതായത് മെയിൻ പോയിൻറ്റ്സ് മാത്രം നമ്മൾ മെൻഷൻ ചെയ്താൽ മതിയാവും. ഡേറ്റ അതുപോലെ എടുത്ത് എഴുതുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഡേറ്റ ഓർ യു ഹാവ് ടു ഗിവ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഡേറ്റ. ഇതാണ് നിങ്ങൾ ഓവർവ്യൂവിൽ കൊടുക്കേണ്ടത്. സോ യു ഷുഡ് പ്രൊവൈഡ് എ ക്ലിയർ ഓവർവ്യൂ. Second mistake which we often commit is nothing but writing everything in detail. നമ്മൾ കാണുന്ന എല്ലാ പോയിന്റും എടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ ശ്രമിക്കും. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷോർട്ട് സമ്മറി തന്നെ ധാരാളമാണ്. ആൻഡ് തേർഡ് വൺ ഇസ് ഓവർ കോംപ്ലിക്കേറ്റിംഗ് ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. നമ്മൾ അക്കാഡമിക്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഗ്രാഫിക്കലായിരിക്കും, പിക്ടോറിയലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലൊരു മുൻധാരണ കാണും, എനിക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല, ഐ വിൽ ബി നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. പക്ഷേ ആ ഒരു മുൻധാരണയുടെ ആവശ്യമില്ല. ബിക്കോസ് ഗ്രാഫ്സ് ആർ പ്രിറ്റി ഈസിയർ ടു സോൾവ്. സോ ഡു നോട്ട് ഓവർ കോംപ്ലിക്കേറ്റ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ പ്രൊവൈഡഡ് ടു യു. നെക്സ്റ്റ് വൺ ഇസ് നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ ആൻസർ ചെയ്യുന്ന ഈ ഒരു രീതി, it is very very important. For example, you should have a proper organization for your answer. നിങ്ങളുടെ ആൻസറിനെ ഓർഗനൈസ് ചെയ്തില്ലെങ്കിൽ എക്സാമിനറിന് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? യു ഷുഡ് ഹാവ് എ ക്ലിയർ ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് തിങ് ഇസ് യു ഷുഡ് പ്രൊവൈഡ് ഓർ യു ഷുഡ് ഗിവ് എ ക്ലിയർ ഓവർവ്യൂ കൊടുക്കുക, എന്താണ് ആ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 2-3 ഓവർവ്യൂസ്, ഐ മീൻ ദ പോയിൻറ്റ്സ് വിച്ച് യു ഹാവ് മെൻഷൻഡ് ഇൻ ദ ഓവർവ്യൂസ്, ആ ഓവർവ്യൂസിൻ്റെ ഒരു ക്ലിയർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ആൻഡ് അറ്റ് ലാസ്റ്റ് യു ക്യാൻ കൺക്ലൂഡ് യുവർ ആൻസർ. ഈ ഒരു ഓർഗനൈസേഷണൽ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ ഒന്നും കൂടെ പ്ലീസിങ്ങും അട്രാക്റ്റീവും ആവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് തിങ് ഇസ് നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന ആൻസർ ഒരു തേർഡ് പാർട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ട്രേഞ്ചറിന് ഹാൻഡ് ഓവർ ചെയ്താൽ പോലും അയാൾക്ക് അതിൽ നിന്നും ഡെസിഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യുവർ ആൻസർ ഇസ് മോസ്റ്റ് അട്രാക്റ്റീവ്. അല്ലെങ്കിൽ ആ ആൾ ആൻസർ കാണുമ്പോഴത്തേക്കും ഹീ ഷുഡ് ബി ഏബിൾ ടു ക്രിയേറ്റ് എ മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ ഒരു മൈൻഡ് ഗ്രാഫ് അബൌട്ട് ദ തിങ്സ് വിച്ച് ഹാവ് ബീൻ പ്രൊവൈഡഡ് ഇൻ ദാറ്റ് ആൻസർ. ഇനി അവസാനമായിട്ട് പറയാനുള്ള 3 കാര്യം. വെനെവർ യു കമ്മിറ്റ് എ മിസ്റ്റേക്ക്, make sure that you learn from that mistake. Second thing is try to create solutions for that mistake. And the third thing is do not ever try to repeat those mistakes. So that is all about the common mistakes which you would or you are going to perform or you are going to commit in your writing task 1, especially the academic section of the IELTS writing. And I hope it was informative as well as useful.